എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ ഭയങ്കരമാണ്. എന്നാൽ ചില സീസൺ ദൈവം അതിനെ അനുവദിക്കും. എന്തിനെന്നറിയാമോ? ആ വിത്തിന്റെ പുറത്ത് നിന്റെ കണ്ണുനീർ വീഴാനാ. ചിലപ്പോൾ ചോദിക്കത്തില്ല എന്നെ എന്തിനാ ഇങ്ങനെ കുത്തുന്നെന്ന്. ഹല്ലേലൂയ. അങ്ങനെ കരഞ്ഞൊരു മാതാവിനെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. മറ്റാരുമല്ല, ഹന്ന. ഹല്ലേലൂയ. ഹന്നായിക്ക് ദൈവം ഒരു വാഗ്ദത്തത്തെ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഹന്ന റിസീവ് ചെയ്യാൻ തയ്യാറല്ല. എന്നറിയോ? കംഫോർട്ടിനകത്താ. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും പറഞ്ഞു നമ്മളെ എൽക്കാനയെ പോലത്തെ ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലോ? നമ്മൾ പറഞ്ഞാൽ എനിക്ക് മക്കളൊന്നും ആണെങ്കിൽ എൻ്റെ ഭർത്താവ് മതി എന്ന് പറഞ്ഞു. ശരിക്കും എൽക്കാന നല്ലൊരു ഭർത്താവാണ്. പക്ഷേ ദൈവത്തിനറിയാം സമയം അടുത്തോണ്ടിരിക്കുക. ഏലിയുടെ കുടുംബത്തിൽ വഷളത്തം കയറിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്ന ആരുമില്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഹന്ന ഇങ്ങനെ ഇരുന്നിരുന്ന് പോകും. ആരാധനയ്ക്ക് വരിക, ലേഡീസ് മീറ്റിങ്ങിന് വരിക, ബൈബിൾ സ്റ്റഡി കയറുക, വീട്ടിൽ പോവുക. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എല്ലാ മീറ്റിങ്ങിനും ഉണ്ട്, വാതിക്കലുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും. നമ്മുടെ സന്തോഷം അതാ. ഞാൻ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്. ചോദ്യം ഇതാ, നമ്മൾ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്, ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കണം, കർത്താവ് എന്നെ കൊണ്ട് ദൈവത്തിന് വല്ല പ്രയോജനം ഉണ്ടോ? ദൈവത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ നമ്മൾ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ കംഫോർട്ട് സോണിൽ ഇരുന്ന ഹന്നായെ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ പെനീന എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം ഒരുക്കിയെന്ന് ഹന്നായെ കുത്താൻ. ഇവിടെ പുരുഷന്മാരും കൂടി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തുറന്നു പറയാൻ അറിയത്തില്ല. എന്നാലും ഞാൻ തുറന്നു പറയുക, വീട്ടിൽ പോയി ആരും ഭാര്യമാരെ കുത്തരുത്, കേട്ടല്ലോ? ദൈവേത് പറയുക. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല ആന്റിമാർ. എന്നാലും പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം, നാച്ചുറൽ സ്വഭാവം ഞാനൊന്ന് പറയട്ടെ. ഞാനാണ് പെനീന എങ്കിൽ, നിങ്ങളെല്ലാവരും ഒരു നിമിഷം ചിന്തിക്കണേ. ഞാനാണ് പെനീന എങ്കിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഹന്നായിക്ക് മക്കളുണ്ടാവണമെന്ന്. കുത്തത്തുമില്ല. എന്തുകൊണ്ടെന്നറിയോ? പറയട്ടെ. പെനീനായിക്ക് എത്ര മക്കളുണ്ടായിരുന്നറിയോ? വേണ്ട, കുറഞ്ഞ ഞാനൊരു ഊഹിട്ട് പറയാം. ഹന്നായിക്ക് കൊച്ചുണ്ടാകുന്ന സമയത്ത് പെനീനായിക്ക് ഒരു 5 അല്ലെങ്കിൽ 10 മക്കൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ഊഹം. 5 മക്കളുണ്ടെന്നിരിക്കട്ടെ, 5 ആൺപിള്ളേർ. വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ എല്ലാ കാര്യവും നോക്കണം. ഹന്നായിക്ക് കൊച്ചുണ്ടായാൽ പണിയിൽ പിന്നെ അവള് ശ്രദ്ധിക്കുക. ഹന്നായിക്ക് പിള്ളേരില്ലെങ്കിലുള്ള ഗുണം എന്നാ? എൻ്റെ പിള്ളേരെ നോക്കിക്കോളും, അടുക്കളയിൽ എനിക്കൊരു, നിങ്ങളൊക്കെ നല്ലവരാ, അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹന്നായിക്ക് കുഞ്ഞുണ്ടായാൽ എന്നാ പ്രശ്നം? ഞാനാണ് ചിന്തിക്കും, എൻ്റെ മക്കൾക്കെല്ലാം കിട്ടണം അല്ലേ? ഭർത്താവിൻ്റെ അവകാശം മൊത്തം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ദൈവമേ, അവർക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവല്ലേ. ചിന്തിച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, മാനസാന്തരപ്പെട്ടണം. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഒരു നേച്ചർ പറഞ്ഞതാ. എന്നാൽ ഒരിക്കൽ പോലും തോന്നാത്ത പെനീനയുടെ ഉള്ളിൽ ദൈവം ഒരു രാത്രി, ഞാൻ തുറന്നു പറയാം, പെനീനയുടെ ഹൃദയത്തെ ആരാ കഠിനപ്പെടുത്തിയെന്ന് ഞാൻ പറയും, ദൈവമാ കഠിനപ്പെടുത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ളവർ നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങൾക്ക് വിഷമം വരുമോ? വിഷമം വരും. പക്ഷെ നമ്മൾ പറയുന്നിരിക്കട്ടെ, അവർക്ക് എന്നെ അറിയത്തില്ല, മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയും അല്ലേ? ഞാനത് വിട്ടുകളഞ്ഞു. പക്ഷെ നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഉള്ള അവസ്ഥ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തി ഇല്ലേ? നമ്മുടെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മളെ കുത്തിയാലോ? നമ്മുടെ കുറവ് പറഞ്ഞ് നമ്മളെ കളിയാക്കിയാൽ നമുക്ക് വേദന ഉണ്ടാവുമോ? പെനീന അങ്ങനത്തെ ഒരു വ്യക്തിയാ. ശരിക്കും പെനീന നല്ലൊരു സഹോദരിയാ. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴും എല്ലാം ഹന്ന എന്താ കടന്നു പോകുന്നെന്നും അവൾ കരയുന്നതും എല്ലാം പെനീന കണ്ടിട്ടുണ്ട്. നമ്മൾ പറയത്തില്ല അവൾ ഒരു മനുഷ്യ സ്ത്രീയാണോന്നെങ്കിലും നമ്മൾ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കത്തില്ലേ, ശരിക്കും പെനീന നല്ലൊരു മനുഷ്യ സ്ത്രീയാ. പക്ഷേ ഒരു രാത്രിയിൽ ഹല്ലേലൂയ ദൈവം പെനീനയുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. എന്തിനാണെന്നറിയാവോ? മോളെ, ഒരു കുഴപ്പമുണ്ട്, ഒരു വാഗ്ദത്തം കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ആളെ തപ്പിക്കൊണ്ടിരിക്കുക, ഹന്നായിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ വിത്ത് റിസീവ് ചെയ്യാൻ ആ മണ്ണ് നനഞ്ഞിട്ടില്ല. കിട്ടിയിട്ടില്ല ദൂത്. കിട്ടിയവരുണ്ടോ? ആ മണ്ണിങ്ങനെ ഉറച്ചിരിക്കുക. ഹല്ലേലൂയ. കംഫോർട്ട് സോണിൽ ഇരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് മനസ്സിലായി ഈ മണ്ണിനെ അകം പുറമൊന്ന് ഇളക്കണമെങ്കിൽ ചിലതൊന്ന് കുത്തണം. അതിന് ദൈവം പെനീനയുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. പെനീന രാവും പകലും ഹന്നായെ കുത്താൻ തുടങ്ങി. കൂടി വന്നപ്പോൾ ഹന്നായിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മേൽ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഞാൻ കരയണം. എവിടെ പോയി കരയണമെന്നറിയാമോ? ആലയത്തിൽ പോയി കരയണം. അവൾ ദൈവാലയത്തിലേക്ക്
ഓടി. ഇനി ആ കണ്ണുനീരിന്റെ അവസ്ഥ ഞാനൊന്ന് പറയാം. ദൈവം റെഡിയാ അല്ലേ? എവിടെ ദൂത് വെച്ചിരുന്നേ? ഏലിയുടെ അടുക്കൽ. ഈ വിത്ത് എന്നാ റെഡിയായേ? നേരത്തെ റെഡിയായതാ. ഹന്ന, നിനക്ക് നേരത്തെ പ്രാപിക്കായിരുന്നു. പക്ഷെ പ്രാപിക്കാൻ പറ്റാഞ്ഞ എന്തുകൊണ്ടാ? പറ, എന്തുകൊണ്ടാ പ്രാപിക്കാൻ പറ്റാഞ്ഞേ? കുത്താൻ ആരും ഇല്ലായിരുന്നു. കുത്താൻ ആരും ഇതുവരെ കുത്തൊന്നും ഇല്ലായിരുന്നു സിസ്റ്റർ. ഈ ഇടയായിട്ട് 2026 കയറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കുത്താന്ന് ആരെങ്കിലും ഇവിടെ ഇരുന്ന് പറയുവാണെങ്കിൽ, അകത്തും പുറത്തും പീഡനം വർദ്ധിക്കുവാന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു ദൈവിക ദൂത് പറയുക. എവിടെയോ ഒരു വാക്തത്വം നിനക്ക് ദൈവം കൈമാറാനുണ്ട്. ആ വാക്തത്വത്തിന് വേണ്ടി നിന്റെ നിലത്തെ ദൈവം ഉഴുതു മറിക്കുകയാ. ഓരോ കുത്ത് കിട്ടുമ്പോഴും നിന്റെ ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ഹല്ലേലൂയ, അകത്തെ ദൈവം ഹല്ലേലൂയ ഉഴുതു മറിക്കുകയാ. ആ വാക്തത്വത്തെ നിനക്ക് കൈമാറാനുണ്ട്. അത് വെറും ഒരു വാഗ്ദത്തമല്ല. ഓർക്കണം, കുത്ത് കിട്ടി ഹന്ന ചെന്ന് ആലയത്തിൽ പോയി കരഞ്ഞപ്പം അവിടെ ഒരു കാര്യം എടുത്തെഴുതിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാക്കുകളൊന്നും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും വാക്കുണ്ടായിരുന്നോ? ഇല്ല, ഒരു വാക്കുമില്ല. പിന്നെ അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? കരച്ചിലും. അങ്ങനെ പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ പറഞ്ഞു, ഭയങ്കര പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ വേദന ഉള്ളവർക്ക് പ്രാസം വരുമോ ചേച്ചി? വരുമോ ചേച്ചി സിസ്റ്ററെ? വാക്കുകളൊക്കെ നല്ല ഗ്രാമർ, മലയാളത്തിലെ നല്ല കടികട്ടി ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഹൃദയത്തിനകത്തുനിന്ന് വേദന ഇങ്ങോട്ട് വന്നിട്ട് പൊട്ടിയിട്ട് വാക്കുകളൊന്നുമില്ല. ലാസ്റ്റ് ആമേൻ പറഞ്ഞു നിർത്തി. അപ്പൊ നമ്മളൊരു ചിന്ത, ഈ സിസ്റ്റർ എന്തോ ഈ കാണിക്കുന്നത്? ഈ പ്രാർത്ഥന സ്വർഗം പറ കേട്ടില്ല. പക്ഷെ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുവോ? കേൾക്കും. എന്തുകൊണ്ടെന്നറിയാവോ? ആ നിലം നനഞ്ഞു. പറയുന്നത് മനസ്സിലായോ? നിലം, ഹല്ലേലൂയ, ആ കെട്ടി ഉറച്ചിരുന്ന നിലം ഉഴുതു മറിക്കത്തക്ക രീതിയിൽ, അതിനെ നനയ്ക്കത്തക്ക രീതിയിൽ ഹന്നായുടെ ഹൃദയം പൊട്ടി പൊട്ടി. ഹൃദയത്തിൽ അവൾ പെനീന പറഞ്ഞ ഓരോ വാക്കും ഓർത്തോർത്ത് അവൾ കരഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ വിത്തിടാൻ പാകത്തിന് ആ നിലം ഒരുങ്ങി കഴിഞ്ഞിട്ടാ. ഞാനിപ്പോ ഒന്ന് പോയി ആന്റിയോട് ചോദിച്ചില്ലേ, മണ്ണെടുത്തിട്ട് പാവയ്ക്ക കുരു ഇട്ടു, അല്ലെങ്കിൽ കുരു ഇട്ടിട്ട് അടച്ചു, പിന്നെ വെള്ളം ഒഴിച്ചെന്ന്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ചിലരുണ്ട് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട്, കാരണം അല്ലെങ്കിൽ കുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഒന്ന് ഇളക്കും. ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന അതാ ചെയ്തേ. കരഞ്ഞ് നില ഒരുക്കി റെഡിയായിട്ട് പുറത്തോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ദാണ്ട് വരുന്നു മറുപടി. ഏലി പറയാ, മോളെ നിന്റെ നില റെഡിയായി കേട്ടോ. ദൈവം ഇപ്പൊ എന്നോട് സംസാരിച്ചു. എന്താ ദൂത്? അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിന്റെ ഉദരത്തിൽ ഒരു തലമുറ ജനിക്കുമെന്ന. ആ തലമുറ വെറും ഒരു തലമുറയല്ല. ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ശമൂവേല ഉദരത്തിൽ കിടക്കുന്നത് വെറും ഒരു പ്രവാചകൻ അല്ല കേട്ടോ. അനേക രാജാക്കന്മാരെ വാഴിക്കുന്ന പ്രവാചകൻ. നിനക്ക് സാധാ ഒരു വിത്ത് മതിയെങ്കിൽ നീ സാധാരണ രീതി കരഞ്ഞാ മതി. എന്നാൽ ചില മാതാക്കളുണ്ട്, ഹല്ലേലൂയ, രാവും പകലും അവരുടെ കട്ടിലുകൾ, അവരുടെ തലയിണകൾ നനഞ്ഞുകൊണ്ടിരിക്കുകയാ. ദൈവമക്കളെ, ഹല്ലേലൂയ, തലയിണ നനഞ്ഞു കുതിർന്നിട്ട്, ഹല്ലേലൂയ, കർത്താവേ എന്റെ ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാ ഞാൻ ഈ കണ്ണുനീരൊഴുക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുക, മോളെ നിന്റെ ഓരോ കണ്ണുനീരും ഞാൻ എന്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ വാഗ്ദത്തം നനയുന്നുണ്ട് കേട്ടോ. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മണ്ണിന്റെ അടിയിലെ വിത്തിന്റെ രൂപം മാറാൻ തുടങ്ങും. അതിന്റെ തൊലി പൊളിയാൻ തുടങ്ങും. അതിൽ നിന്നൊരു കിളിർപ്പ് പുറത്തു വരും. അതാരും കാണുന്നില്ല. എന്നാൽ അല്പ നാളുകൾ കഴിയുമ്പോൾ അതൊരു വൃക്ഷമായി തീരും. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, പലർക്കും കരച്ചിലുള്ള പ്രാർത്ഥനയുടെ വില അറിയത്തില്ല. ഇതിനെ തെറ്റായി ചിലർ വ്യാഖ്യാനിക്കും. ഒരു ദിവസം ഒരു കൊച്ചെന്നോട് ചോദിച്ചാൽ, ഞാൻ കരയണം മോളെ, കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പൊ പറയാ, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അപ്പൻ സ്നേഹമുള്ള അപ്പനല്ലേ? ഈ അപ്പന് നമ്മൾ കരഞ്ഞാലേ ഉത്തരം തരത്തുള്ളൂ? നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചിന്ത വരത്തില്ലേ? ഞാൻ അങ്ങനെ എല്ലാം ചിന്തിക്കുന്ന ഒരാളാ. എന്തുകൊണ്ട് അങ്ങനെ? എൻ്റെ മക്കൾ കരയാൻ ഞാൻ ആഗ്രഹിക്കുമോ? ഇനി നാളെ തൊട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കരഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തരാം, കരഞ്ഞാൽ ഞാൻ ലഞ്ച് തരാം, കരഞ്ഞാൽ ഞാൻ സ്കൂളിൽ വിടാം. നമ്മൾ അങ്ങനെ പറയുവോ? അമ്മമാരുടെ ഹൃദയം ആദ്യം തകരും. എന്തിനാ കുഞ്ഞെ കരയുന്നത്? നീ പറ. ഇല്ലേ? അതെ. പക്ഷെ നമ്മുടെ ദൈവം എന്തിനാ നമ്മൾ കരയണോന്ന് പറയുന്നത്?
ഉത്തരം വേണ്ടേ? നമ്മുടെ ദൈവം സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ചിലർ പറഞ്ഞല്ലേ, കണ്ണുനീര് കണ്ടാലേ ഈ ദൈവത്തിന് സ്നേഹമുള്ളൂ, കണ്ണുനീരുണ്ടാലേ കർത്താവിന് നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് അറിയിക്കുക. അല്ല, ഇനി ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്കും വരിക. എന്തുകൊണ്ട് കരയണം, എന്തുകൊണ്ട് ദൈവം നമ്മുടെ കരച്ചിൽ ആഗ്രഹിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞ, കണ്ണുനീരോടെ കരയണമെന്ന് ദൈവം എന്തിനാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, യേശു കരഞ്ഞിട്ടുണ്ടോ? ലാസറിന്റെ കല്ലറയ്ക്ക് കരഞ്ഞ കരച്ചിലല്ല. എബ്രായ ലേഖനം നിങ്ങളൊന്ന് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഉറച്ച നിലവിളിയോടും, ഉറക്കെ പറഞ്ഞേ, കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചുവെന്ന്. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് എവിടെ കരഞ്ഞ കരച്ചില്ല? പറ. ഗത്സമേന. അതെ, നമ്മളെല്ലാം ചിന്തിക്കുന്ന അതാ. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, യേശുവിന്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ആ കരച്ചിലുണ്ടായിരുന്നു. നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം, ഉണ്ട്. എന്തുകൊണ്ട് യേശു എല്ലാ ദിവസവും കരയണം? എന്തുകൊണ്ട് അഭയാചന കഴിക്കണം? ഉറച്ച നിലവിളി ഉണ്ടാവണം. ഞാൻ പറയട്ടെ, കൂടെ നടക്കുന്നവൻ ഒറ്റൂന്നറിയാം, കൂടെ നടക്കുന്നവൻ തള്ളി പറയൂന്നറിയാം. അങ്ങനെയുള്ള ഫ്രണ്ട്സുമായിട്ട് കൂടെ നടക്കുമ്പോൾ നമ്മൾ കരയാതിരിക്കുമോ? നമുക്ക് വിട്ട് കളയാനും പറ്റത്തില്ല. ദൈവം പറയുന്നു, അങ്ങനെയുള്ള ദൈവദാസന്മാർ കരയുന്നവരുണ്ട് കേട്ടോ. കൂടെ ഉള്ളവര് പാര വെക്കുന്നുണ്ടെന്ന് പറ, അറിയാം. കൂടെ നിൽക്കുന്നവർ കാലേ വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് പറയാത്തിടത്തോളം കൂടെ നിർത്തിയേ പറ്റൂ. പക്ഷെ ഇവര് കണ്ണുനീരൊഴുക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടാന്നറിയോ? പ്രാർത്ഥനാ മുറിയിൽ. കർത്താവേ, അവരെ വിട്ടുകളയാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ എനിക്കതിനുള്ള കൃപ തരണമേ, സ്നേഹിക്കാനുള്ള കൃപ തരണമേ. ഞാൻ തുറന്നു പറയാം, യേശു എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം യൂദായെ നേരിട്ട് കാണുമ്പോഴും പത്രോസിനെ കാണുമ്പോഴും യേശുവിന്റെ ഉള്ളിൽ നിന്ന് ആ ഹല്ലേലൂയ കണ്ണുനീര് വരുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച ആളാണ് യേശു. അപ്പോൾ യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? കണ്ണുനീര്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാറുണ്ടോ? ഇല്ലേ? വാക്സിൻ എടുപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടായ കുഞ്ഞുങ്ങളെ വാക്സിൻ എടുപ്പിക്കാറുണ്ടോ? പിന്നെ അടുത്ത ഡോക്ടർ പറയും ഇന്ന സമയത്ത് വരണം, അടുത്ത വാക്സിൻ ഉണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാ നിങ്ങളുടെ പിള്ളേരെ ആശുപത്രി കൊണ്ടുപോകുന്നേ? വാ മക്കളെ കുത്തിവെക്കാൻ പോകുന്ന പറഞ്ഞാൽ വരുമോ? നിങ്ങൾ എന്ത് പറഞ്ഞാ കൊണ്ടുപോകുന്നേ? പറ. രാവിലെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് ബാ മക്കളെ നമുക്ക്. അയ്യോ, ഞാൻ നിങ്ങളെ നുണ പറഞ്ഞൊന്നും വരെ നാക്കുന്നൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കട്ടെ. സത്യം പറ. എന്ത് പറഞ്ഞാ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നേ? ടാറ്റാ പോവാം. അതെ, കുഞ്ഞു പിള്ളേരാണെ ടാറ്റാ പോവാം, മമ്മ മിഠായി മേടിച്ചു തരാം, അല്ലേ, ഐസ്ക്രീം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നേ. നമുക്കാരും നമ്മുടെ മക്കൾ കരയുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് കരയാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കും, ഇല്ലേ? നമ്മളൊക്കെ പ്രസവിച്ച ദിവസങ്ങളൊന്ന് ഓർത്താൽ മതി. കുഞ്ഞിന്റെ കരച്ചിൽ ശരിയല്ലേ പറയും ഡോക്ടർ, അതെന്താ കൊച്ചിന്റെ കരച്ചിലിന് അത്ര ഇങ്ങോട്ട് ശബ്ദം പോരല്ലോ, എന്താ എൻ്റെ കൊച്ചു നന്നായിട്ട് കരയാത്തെ? ഇല്ലേ? ആണോ? ആണോ? എന്തിനാ നിങ്ങൾ കൊച്ചു ഭയങ്കരമായിട്ട് കരയണോന്ന് ആഗ്രഹിക്കുന്നേ? പറ. കരഞ്ഞാൽ അറിയാം കൊച്ചിന് ആരോഗ്യമുണ്ടോ ഇല്ലയോ. ഞരക്കെ ഉള്ളെങ്കിൽ അതിന്റെ കുഴപ്പം എന്താ? കൊച്ചിനെന്തോ പറ, കുഴപ്പമുണ്ട്. അപ്പൊ കുഴപ്പമില്ലാത്തവര് കരയും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക കുഞ്ഞില്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ കുഞ്ഞ് കരയും തോറും കുഞ്ഞിന് ബലമാ. കുഞ്ഞ് കരയാം. ഇനി കുഞ്ഞിനെ കരയിക്കാൻ നമ്മൾ ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ. എന്തിനാ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ? നമ്മൾ കൊണ്ടുപോയി ഡോക്ടറെ കൈ കൊടുത്തിട്ട് പറയും കുത്തിക്കോളാൻ. അപ്പൊ ഈ കുഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് നമ്മളെ ഒരു നോട്ടം. ആ കുഞ്ഞ് എന്തായിരിക്കും പറയുന്നറിയോ? രാവിലെ എഴുന്നേറ്റ് പറ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നുണ പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഐസ്ക്രീം തരാം, മമ്മിക്ക് ഒരു കണ്ണിച്ചോരയില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നേ? ഡോക്ടറുടെ കൂടെ കയ്യേലും കയറി പിടിച്ച്. ചില അമ്മമാർക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ചിലരെന്ത് ചെയ്യും? ഞങ്ങളൊക്കെ അവിടെ ഞങ്ങൾ തന്നെ നിൽക്കണം, കയ്യെ പിടിച്ചോണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നേ, കുത്തിക്കോ ഡോക്ടറെ കുത്തിക്കോ. ഈ കൊച്ചിന്റെ എന്താണ്? ഇതെന്തൊരു അമ്മയാ, ഇതെന്തൊരു അപ്പനാ, അല്ലേ? പക്ഷെ കുഞ്ഞിന് വേദന എടുക്കുന്നോർത്തെ ആരെങ്കിലും വാക്സിൻ എടുക്കാതെ പുറത്തു പോയിട്ടുണ്ടോ? ഉണ്ടോ? കുഞ്ഞ് കരയും, അതുകൊണ്ട് വാക്സിൻ വേണ്ട പറയുവോ? കുഞ്ഞിന് പനിയാ, കുത്തി വെക്കണം. അയ്യോ എൻ്റെ കുഞ്ഞ് കരയും, കുഞ്ഞിന് വേദന എടുക്കും, അതുകൊണ്ട് കുത്തി വെക്കണ്ട ഡോക്ടറെ പറയുവോ? എന്തുകൊണ്ടാ?
കരഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഈ കരയുമ്പോഴും കുഞ്ഞിന് കിട്ടുന്ന കുത്തിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്ന പ്രതിരോധ ശക്തിയാ. ഞാൻ പറഞ്ഞതിന്റെ സാരം, ചില വേദന നിന്റെ ഉള്ളിലെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുക. എന്തിനാണെന്നറിയോ? ക്രിസ്തീയ ജീവിതത്തിൽ നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് പ്രതിരോധം ആവശ്യമാ. ശത്രുവിന് നേരെ പ്രതിരോധിക്കുവാൻ, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ശക്തി നേടുവാൻ നിനക്കൊരു പ്രതിരോധ ശക്തി ആവശ്യമാ. അതിന് ദൈവം ചിലപ്പോൾ ഏൽപ്പിച്ചങ്ങ് കൊടുക്കും. അതിന്റെ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടെന്നല്ല, ദൈവത്തിന് നിന്നോട് സ്നേഹമില്ലെന്നല്ല. ദൈവം പറയുക, മോളെ, ഈ കണ്ണുനീര് അല്പം നിനക്ക് വേദന തോന്നും, എന്നാൽ നാളെ നിനക്കൊരാർപ്പുണ്ട് കേട്ടോ. ചിലത് കൊയ്യാൻ നിന്റെ മുമ്പിലുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുക, ഇന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നിന്റെ വിത്തിനെ, നിന്റെ വാഗ്ദത്തത്തെ നനച്ചോണ്ടിരിക്കുക. വിത്ത് ചുമക്കുന്നതിനോടൊപ്പം നീ കരയണം. നിന്റെ തലമുറയോർത്ത് കരയണം. കരഞ്ഞില്ലെങ്കിൽ കരയാനുള്ള സാഹചര്യം ദൈവമായിട്ട് ഒരുക്കും. അതിന് ചിലപ്പോൾ ചില പെനീനമാരായിരിക്കും വരുന്നത്. വീടിനകത്തുള്ളവർ ചിലപ്പോൾ കുത്താൻ തുടങ്ങും. ചിലർ പറയത്തില്ല, ഇത്രയും നാളും പുറത്തുനിന്ന് കേട്ടാൽ മതിയായിരുന്നു, ഇപ്പൊ അകത്തുനിന്നും. ഞാൻ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം പറഞ്ഞാൽ, എന്നെ കുത്താൻ ചില പെനീനമാരില്ലായിരുന്നു, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ കുത്തിയവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പുമായിരുന്നു. അവരുടെ പേര് കേട്ടാ വെറുപ്പ്, ദേഷ്യം. എന്നാൽ ഇന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവരെ ഓർത്ത. കാരണം കർത്താവേ, അവരന്ന് എന്നെ കുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ കരയത്തുമില്ലായിരുന്നു. ഈ നന്മകൾ, അതായത് ഞാൻ ഉദ്ദേശിച്ച ദൈവം ആഗ്രഹിക്കുന്നവണ്ണം ഞാൻ ആവത്തില്ലായിരുന്നു. ഉദ്ദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വിത്ത് മണ്ണിന്റെ അടിയിൽ എന്ത് ചെയ്യണം? കിടക്കണം. എത്ര ദിവസം? അത് വിത്ത് ഏതിൻ്റെ എന്ന് പോലെ ഇരിക്കും. ചിലർ പുല്ലിന്റെ വിത്ത് പോലെ, ഇന്നിട്ട നാളെ പുറത്ത് വന്നിരിക്കും. വന്നില്ലേ പിന്നെ അങ്ങോട്ട് സങ്കടമാ. ഇതെന്താ പെട്ടെന്ന് മുളക്കി? ഇപ്പൊ കണ്ടില്ലേ, പ്ലാവൊക്കെ കണ്ടിട്ടില്ലേ, ഇത്ര മാസത്തിനുള്ളിൽ. പക്ഷെ പണ്ടത്തെ ചക്കയുടെ രുചിയുണ്ടോ? ചക്കയെന്നാ പക്ഷെ അതിന്റെ പേരല്ലേ. ഇന്ന് ചിലരങ്ങനെ, സിസ്റ്റർ ഇപ്പൊ പ്രാർത്ഥിച്ച നാളെ എനിക്ക് ഉത്തരം തരണം. ഇപ്പൊ ഇവിടെ പറയും, പാസ്റ്റർ പറയും, ഇല്ല അല്പസമയമുണ്ട്, എന്നാ അടുത്ത ചർച്ചിലൊന്ന് പോയി പ്രാർത്ഥിപ്പിച്ച് നോക്കാം, ഇല്ലേ? എന്നാൽ കർത്താവ് പറയാ, നീ ക്ഷമയോടെ മണ്ണിന്റെ അടി വെയിറ്റ് ചെയ്താലുണ്ടല്ലോ, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുപടിക്ക് അതിൻ്റെതായ ഹല്ലേലൂയ ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? പെട്ടെന്ന് കിളിർത്ത് വാടിപ്പോകുന്നത് പോലാവും വിത്ത്. ഇനി അടുത്തൊരു ഭാഗം ഞാൻ പറയാം, മണ്ണിന്റെ അടിയിലെ സീസണെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ചിലരുടെ ജീവിതത്തിൽ മണ്ണിന്റെ അടിയിലുള്ള സീസൺ വർഷങ്ങളോളമായിരിക്കും. അങ്ങനെയുള്ള ഒരാളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ആരാന്നറിയോ? യോസഫ്. ഏകദേശം പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഹല്ലേലൂയ ജയിലിൽ കൊണ്ട് ഏകദേശം 13 വർഷത്തോളം അദ്ദേഹം എവിടായിരുന്നു? പറ. നമ്മൾ പറഞ്ഞ മണ്ണിന്റെ അടിയിൽ, എന്നുവെച്ചാ തടവറയില്. ഈ തടവറയിൽ യോസഫ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പറ. പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? വാക്തത്വം കേട്ട് വാക്തത്വം പറഞ്ഞ ദിവസം തുടങ്ങിയ കഷ്ടതയാ. ഇപ്പതേ ഞാനും കൂടെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഇന്ന് എല്ലാവരും തീരുമാനം കൊടുക്കും, ഇന്ന് ഞാൻ ബൈബിളിന്റെ പറയിലല്ല, ഇനിയും തൊട്ട് ഞാൻ വിത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ പോവാ, കരയാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ദാണ്ട് ചിലപ്പോൾ തടവറയായിരിക്കാം, ചേട്ടന്മാരെടുത്ത് പൊട്ടക്കിണറ്റിലിടുമായിരിക്കും. അപ്പൊ പറയും, അല്ലേലും എനിക്ക് ഇതായിരുന്നെന്നറിയാം, അല്ലേലും എനിക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിയാം. അപ്പൊ പ്രശ്നമാ. എന്നാൽ ഇവിടെ ഒരു യോസഫ് ഉണ്ട്, 17 വയസ്സേ ഉള്ളൂ. ആ 17 വയസ്സുള്ള യോസഫിന്റെ പക്വത നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും അറിയാതെ ചേട്ടന്മാരോട് പറഞ്ഞു പോയി. അവര് പിടിച്ച് എവിടെ ഇട്ടു? മണ്ണിന്റെ അടിയിൽ ആദ്യം ഇടൂ. എപ്പോഴാ? പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കി വീണ്ടും എവിടെ കൊണ്ടുവന്നു? അതാ പറഞ്ഞു, ചിലർക്കുണ്ട് കുറച്ചു നേരം 2-3 വർഷം കഷ്ടതയായിരിക്കും, പിന്നെ കർത്താവ് ഒരു ഇച്ചിരി ഉയർച്ച കൊടുക്കും, പിന്നെ വീണ്ടും വലിയൊരു കഷ്ടതയിലോട്ട് കൊണ്ടിടും. അപ്പൊ നമ്മൾ ഓർക്കും, ഇത് എന്ത് എന്റെ ജീവിതത്തിൽ മാത്രം എന്താ? ചെല്ലി പറഞ്ഞില്ലേ, ഒന്ന് പച്ച വെച്ചൊന്ന് കേറി വന്നാണ്ട് അടിച്ച് താഴോട്ടിട്ട്. ഓർത്തോണം, വാക്തത്വം വലുതാ, വാക്തത്വം വലുതാ, വാക്തത്വം വലുതാ. മണ്ണിന്റെ അടിയിലെ സീസൺ ദൈർഘ്യം കൂടുന്തോറും ഓർത്തോ, അകത്ത് കിടക്കുന്ന വിത്ത് സാധാ വിത്തല്ല. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ ഫലഭൂഷ്ടിയായി നിൽക്കേണ്ട ഒരു വൃക്ഷമാ നീ. ഹല്ലേലൂയ. സാധാ വിത്താണെങ്കിൽ തീർന്നു. എന്നാൽ ഹല്ലേലൂയ, യോസഫിന് ഇത് അറിയായിരുന്നു, ഞാൻ സാധാ ഒരു സ്വപ്നമല്ല,
ഇന്ന് ഞാൻ വണ്ടിയിൽ വന്നപ്പോ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാ, യോസഫ് തുടങ്ങിയത് സ്വപ്നത്തിലാ, അവന്റെ വാഗ്ദത്ത നിവൃത്തി തീർന്നത് ഒരു സ്വപ്നത്തിലാ, ഇല്ലേ? അപ്പൊ നമ്മളെ ഏതിലാണ് നമ്മളെ ശത്രു വീഴ്ത്താൻ നോക്കിയത്? നമ്മളെ എന്തു പറഞ്ഞാണ് ആൾക്കാർ കളിയാക്കാൻ നോക്കിയത്? ഇപ്പൊ ചിലർ പാടാൻ കയറുമ്പോ അവരെ പാട്ട്, എന്തുവാ ഈ പാട്ട്, എന്തോ പാട്ടാ നിങ്ങൾ പാടുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ വലിയ പാട്ടുകാരിയാവും. തുറന്നു പറയുക. ഞാൻ പണ്ടൊരിടത്തെ ഒരു പ്രസംഗത്തിന് നിൽക്കുക വേദിയിൽ, താലന്ത് പരിശോധനയാ. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ എന്നെ തട്ടിയിട്ട് ചോദിച്ചു, എന്തുവാ അവിടെ കിടന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല, ജഡ്ജസിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, പപ്പാ എഴുതി തന്നത്. അതിൻ്റെ അറിയാനുണ്ടായിരുന്നു, ആദ്യം ഇടയ്ക്കുള്ള ലൈൻ വിട്ടപ്പോൾ പോയി. അന്നേരം എന്നോട് പറഞ്ഞു, അറിയാവുന്ന പണിയെ ചെയ്യാവുള്ളൂ. നമ്മളോടൊക്കെ പറയാറില്ലേ? അങ്ങനെ പറഞ്ഞ അങ്കിളിനെ ഓർത്ത് ഞാൻ ഈ വേദിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ ആളുള്ളപ്പോഴാണ് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ആഹാ, ചേട്ടന്മാര് പറഞ്ഞു നീ ഭയങ്കര സ്വപ്നക്കാരനാന്ന്, സ്വപ്നത്തിന്റെ തലവനാക്കി. ഇപ്പൊ ആരുടെ സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുന്നേ? സാധാ ആൾക്കാരുടെ ഒന്നുമല്ല, രാജാക്കന്മാരുടെ സ്വപ്നങ്ങളൊക്കെയാ. മനസ്സിലായോ? കേന്ദ്രതലത്തിലെ സ്വപ്നങ്ങളൊക്കെയാ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ പണ്ട് എനിക്കിട്ട പേരിന് നന്ദി. ശരിക്കും യോസഫ് ആർക്കാ നന്ദി പറയേണ്ടത്? പറ. സഹോദരന്മാർക്ക്. പുള്ളി അറിയാതൊന്ന് ചിലരെയൊക്കെ ഉണ്ട്, പോകുന്നടാ പാസ്റ്റർ, കൊച്ചു പിള്ളേരെ വിളിക്കത്തില്ലേ? ചിലർ അവൻ ഭയങ്കര പ്രവാചകൻ, കൊച്ചു പിള്ളേരൊക്കെ ചുമ്മാ കളിയാക്കി വിളിക്കും. പക്ഷെ ഭാവിയിൽ അവരാരായിട്ട് നിൽക്കുമെന്നറിയോ? പാസ്റ്റർ. ചിലരുണ്ട് പാസ്റ്ററുടെ അമ്മാമ്മയാവും എന്നൊക്കെ പറയും, ഇല്ലേ? അവളെ കണ്ട ഒരു പാസ്റ്റർ അമ്മാമ്മയുടെ ലുക്ക് ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നാളെ നോക്കി അവർ പാസ്റ്റർ അമ്മമാരാ ആക്കിയെടുക്കും. ഇന്ന് ചിലതിനെയൊക്കെ നോക്കി കളിയാക്കുമ്പോ സൂക്ഷിച്ച് കളിയാക്കിക്കോ. എന്തുവാ കളിയാക്കുന്നത്? സ്വർഗം അങ്ങ് എഴുതിയിടും. കർത്താവ് പറയും, താങ്ക് യു പറഞ്ഞു തന്നതിന്. എന്താണെന്നറിയാമോ? ഞാൻ അതിനെ അങ്ങ് ഉറപ്പിക്കുക സീലിട്ട്. പണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ സ്വപ്നക്കാരനെന്ന്, ഹല്ലേലൂയ, ആ സ്വപ്നക്കാരനെ ഞാൻ മുദ്രയിട്ടേക്കുകയാ. ഇന്ന് രാജാക്കന്മാരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവനാക്കി ഞാൻ അവനെ തീർക്കാൻ പോകുക. 13 വർഷം നീണ്ട 13 വർഷം അവൻ മണ്ണിന്റെ അടിയിൽ കിടന്നു. അതിന്റെ ഗുണം ഞാൻ പറയാം. മണ്ണിന്റെ അടിയിൽ കിടന്നിട്ട് ഇവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തല പൊക്കി നോക്കും. ഞാൻ പണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ജമന്തിയുടെ ഒരു ചെടി നട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ കുറച്ച് അരി ആദ്യം എനിക്കൊന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ മമ്മി പറഞ്ഞു വിത്തിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നോക്കുമ്പോൾ ഒന്നും പുറത്തില്ല. അപ്പൊ ഇതെവിടാന്നറിയാൻ ഒരു ഇഷ്ടികയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒന്നും കാണാതെ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോയി തുറന്നു നോക്കും. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഒന്ന് തുറന്നു നോക്കും. എന്തിനാ? അതിനകത്ത് വല്ലതും ഉണ്ടോ നടക്കണ്ടേ? പുറത്തോ ഒന്നും അകത്തെന്താ നടക്കുന്ന അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അങ്ങനെയുള്ളവരുണ്ട്. ചിലപ്പം പ്രാർത്ഥനയുണ്ട്, ഭയങ്കര ശക്തി. പക്ഷെ എന്നാലും പറയും, എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ചിലത് ദൈവത്തിന് ചെയ്യാനുള്ള സമയമല്ല, നമ്മൾ ചെയ്യേണ്ടത് ചിലത് ചെയ്യണ്ട എന്നൊരു ചിന്ത. ചില വിഷയത്തിൽ ദൈവം മൗനമായിരിക്കാൻ പറഞ്ഞാൽ മൗനമായിട്ടിരുന്നോണം. ചില വിഷയത്തിൽ നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാമെന്ന് ദൈവം പറഞ്ഞാൽ അത് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കണം. എന്റെ വിവാഹം അങ്ങനെ നടന്നതാ. ഞാൻ അതുവരെ M4 മാട്രിമോണിയിൽ ഇടുന്നു, അറിയാവുന്നിടത്തെല്ലാം വിട്ടു, ഒന്നും നടന്നില്ല. വരുന്നതിന് ആർക്കും നമ്മളെ വേണ്ട. നമ്മുടെ വിചാരം BSc നേഴ്സ് കഴിഞ്ഞ നാട് പറഞ്ഞു, BSc നേഴ്സ് കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണം നടക്കുന്നു. ചുമ്മാതാകട്ടെ മക്കളെ, ഇതൊന്നും കേട്ട് ആരും വിശ്വസിക്കരുത്. ദൈവം പറയുന്നതേ വിശ്വസിക്കാവുള്ളൂ. ഹല്ലേലൂയ, അല്ലേ? BSc നേഴ്സുമാരെ മാത്രം വേണ്ട ഒരു കാലമുണ്ടല്ലേ? എന്നാൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് കേട്ടോ. ദൈവം മനസ്സ് വെച്ചാലേ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കത്തുള്ളൂ. അതാ പറഞ്ഞ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തണം, യഹോവ ചെയ്യണം. അങ്ങനെ കുറച്ചു നാൾ ഒന്നും നടക്കാതെ വന്നപ്പോൾ പലരോട് പറയുന്നു, പാസ്റ്ററുടെ മോളല്ലേ, ഒത്തിരി ബന്ധങ്ങളാ, പലയിടത്ത് പറഞ്ഞു ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ കുറച്ചു നാൾ കർത്താവ് മണ്ണിന്റെ അടി കൊണ്ടിട്ടു. ആ മണ്ണിന്റെ അടിയിലെ സീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ നാട്ടിൽ വരത്തില്ല. ഞാൻ പറഞ്ഞു 24 മണിക്കൂറും പ്രാർത്ഥനാ മുറി ചെലവഴിക്കാൻ തുടങ്ങി. അതുവരെ അത്ര സീരിയസ്നെസ് ഇല്ലായിരുന്നു. പ്രായം മുന്നോട്ട് പോയപ്പോൾ ഞാൻ തന്നെ കരയാൻ തുടങ്ങി. അതുവരെ മമ്മി കരയും, ഞാൻ കരയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ കരയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ വിത്ത് നനയാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇത് അമ്മമാര് പ്രാർത്ഥിക്കാനുണ്ടല്ലോ എന്നോർത്ത് മക്കള് പ്രാർത്ഥിക്കാതെ നടക്കും. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ കണ്ണുനീരൊഴുക്കാൻ നമ്മളെ മുഴങ്കാലിൽ ഇരുത്തും.
അതിന് ചിലരെന്നെ കുത്താൻ വേണമായിരുന്നു. ദൈവം ചിലരെ കുത്താൻ എൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. അവർ നിയോഗം പോലെ കുത്തിയത് കൊണ്ടുണ്ടായ ഗുണം ഞാൻ പറയാം. ദൈവം ആഗ്രഹിച്ച, ദൈവം അയച്ച പുരുഷൻ എൻ്റെ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. ദൈവം അയച്ചവൻ വന്നു. ഹല്ലേലൂയ. വിവാഹം നടന്നു. ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ ഹല്ലേലൂയ സന്തോഷത്തോടെ ഫ്ലോറിഡയിൽ വസിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു എന്നോട്. ആ വാഗ്ദത്തം ഇതായിരുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഈ വാഗ്ദത്തം കിട്ടിയിട്ട് ഞാൻ ബൈബിളിന്റെ പുറകിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചില്ല. എന്നാ ഞാൻ പറഞ്ഞില്ലേ, ചില പെനീനമാര് വന്ന് കുത്തുന്ന്. പെനീനമാര് വന്ന് കുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ വന്ന് കുത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാല് പലര് വന്ന് കുത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ തന്നെ കരയേണ്ട വിഷയമാ. ഹല്ലേലൂയ. സാധാരണ ഒരു പ്രാർത്ഥന കൊണ്ട് പറ്റത്തില്ല. ഞാൻ അന്ന് തൊട്ട് ഈ വാഗ്ദത്തത്തെ കയ്യിലെടുത്തു. അന്ന് തൊട്ട് ഞാൻ ഈ വചനം എല്ലായിടത്തും എഴുതിയിടാൻ തുടങ്ങി. അന്ന് തൊട്ട് മണിക്കൂറുകൾ, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എൻ്റെ ഇന്നും ഞാൻ തുറന്നു പറയാം, ഇന്ന് എൻ്റെ കോട്ടയത്തെ വീട്ടിൽ ഒരു സ്യൂട്ട് കേസിനകത്ത് ഞാൻ എൻ്റെ ബാംഗ്ലൂരിൽ കരഞ്ഞ തലേണ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? വരുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ കാണിച്ചു കൊടുക്കാനാ. ഇത് മമ്മി പണ്ട് കരഞ്ഞതിൻ്റെ. ഹല്ലേലൂയ. അത് ഇന്ന് കരിമ്പൻ അടിച്ചായിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഞാൻ ആ തലേണ എടുത്ത് കുറച്ച് നേരം അതിനെ അടുത്തിരുത്തും. എന്നിട്ട് ഞാൻ തലേണയോട് സംസാരിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ തലേണയ്ക്ക് അറിയത്തുള്ളൂ ഹല്ലേലൂയ ഞാൻ കരഞ്ഞ കരച്ചിലിന്റെ അളവെന്താന്ന്. തലേണ കുതിർന്നിട്ടുണ്ട്. എൻ്റെ ബൈബിള് പ്രാർത്ഥനയിൽ കുതിർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കുതിർന്നതൊന്നും വ്രതാവായില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് കൊയ്തോണ്ടിരിക്കുകയാ ദൈവ പൈതലേ. അതുകൊണ്ട് വചനം പറയുന്നത്, കണ്ണുനീരോടെ വേണം നീ വിതയ്ക്കാൻ, കണ്ണുനീരോടെ വേണം വിത്ത് ചുമക്കാൻ. നമ്മളെങ്ങനെയാ വിത്ത് ചുമക്കുന്നത്? 10 പേരോട് പറയും, യോ ഇന്നലെ ഒരു പാസ്റ്റർ വന്നായിരുന്നു കേട്ടോ, എൻ്റെ മോനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒറ്റ വാക്ക് ഞാൻ ലാസ്റ്റ് നിർത്തുക. ഈ വിത്ത് മണ്ണിന്റെ അടിയിൽ ഇട്ട് കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ചുമതലയെ. വിത്ത് ചുമന്ന് കരയുന്നത് ആരാന്നറിയോ? അങ്ങനെ ചെയ്ത ഒരാള് മറിയയ്ക്കൊരു വാഗ്ദത്തം കൊടുക്കുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ സാധാരണ ഒരാളല്ല കേട്ടോ. ഹല്ലേലൂയ. മാനവജാതിയുടെ മുഴുവൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ട ദൈവത്തിന്റെ അഭിഷേകമുള്ളവനാ. അങ്ങനെയെങ്കിൽ ആ മറിയയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇത് സാധാരണ ഒരു വിത്തായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ കരയണം, ഞാൻ എന്നെ തന്നെ വേർതിരിക്കണം. അന്ന് മറിയ ചെയ്തൊരു കാര്യമുണ്ട്. അവൾ തനിയെ അവിടെ നിന്ന് യാത്ര ചെയ്ത് എലിസബത്തിന്റെ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. 3 മാസം അവിടെ പാർത്തു. എന്തായിരിക്കും അവിടെ നടന്നത്? നിങ്ങൾ വിചാരിക്കുന്ന മറിയയുടെ ജേർണി ഈസി ആയിരുന്നെന്നാണോ? മറിയയുടെ കണ്ണുനീരിനെ കുറിച്ച് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറിയായിട്ടൊന്ന് ചിന്തിക്കണം. കൂടിപ്പോയ 18 വയസ്സ് അല്ലെ 19 വയസ്സ്, 18-19 വയസ്സുള്ളൊരു പെൺകുഞ്ഞ് അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിട്ട് ഒരു റീഡയറക്ഷൻ അവളുടെ ലൈഫിലേക്ക് വരിക. ഒരു വിത്ത് അവിടെ കയ്യിലോട്ട് കൊടുത്തു. പക്ഷെ അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. അവൾ ആ വിത്ത് കയ്യിലെടുത്തു, ചുമക്കാൻ തുടങ്ങി. ഓരോ ദിവസവും അവൾ കഴിയും തോറും അവളുടെ കണ്ണുനീരിന്റെ അവസ്ഥ കൂടുകയാ. കാരണം മറ്റുള്ളവരവളെ കുത്തുമെന്ന് അവൾക്കറിയാം. ഹല്ലേലൂയ. നാട്ടുകാരവളെ കളിയാക്കുമെന്ന് അവൾക്കറിയാം. എന്നാൽ ഓരോ വാക്കിന്റെ മുമ്പിലും അവൾ ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കുകയാ. ഓരോ കണ്ണുനീരിന്റെ മുമ്പിലും ആ വിത്ത് അവിടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കൊയ്യേണ്ട ദിവസം വന്നപ്പോൾ അവൾ കൊയ്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിളിക്കുന്ന യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ യേശുവിന്റെ മുഖം ആദ്യം ഭൂമി കണ്ട വ്യക്തി ആരാ? പറ. മറിയ. നമ്മൾ ഇന്നും നമ്മൾ പറയും മറിയോട് പ്രാർത്ഥിക്കും. നമ്മൾ ഭാഗ്യവതി എന്ന് എന്ത് ചെയ്യും? നമ്മൾ വാഴ്ത്തും. എന്തുകൊണ്ടാ? നിങ്ങൾ ഇന്ന് വരെ മറിയയുടെ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിക്കും, തൻ്റെ സൃഷ്ടാവ്, ഒന്ന് ഓർത്ത് നോക്കിക്കേ, തൻ്റെ സൃഷ്ടാവ് തൻ്റെ ഭാവിയുടെ നിർണയം നിർണയിക്കുന്നവനാ തൻ്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ. സാധാ ഒരു വാഗ്ദത്തം അല്ല കേട്ടോ. ഹല്ലേലൂയ. മറിയ ഹല്ലേലൂയ തലമുറയെ കയ്യിലെടുക്കുമ്പോൾ മറിയയ്ക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ മറിയെ ദൈവം മറന്നു കളഞ്ഞില്ല. കാരണം മറിയ വെറുതെ അങ്ങ് വാഗ്ദത്തം കേട്ടിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നല്ലേ പറഞ്ഞു. എന്നാ പരിശുദ്ധാത്മാവ് അങ്ങ് ചെയ്യട്ടെന്ന് ഓർത്തിരുന്നോ? അവൾ ചെയ്യേണ്ടത് അവൾ ചെയ്തു. അവള് നടന്നു.
അവൾ അല്പനാൾ മണ്ണിന്റെ അടിയിൽ പോയി. എത്ര നാളാ? 3 മാസം. എവിടെയാ? എലിസബത്തിന്റെ അടുക്കൽ. അതിനെക്കുറിച്ച് ഞാൻ ദൂത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഹല്ലേലൂയ. ഞാനും ഇതിനെക്കുറിച്ച് വലിയ ഗമനിച്ചിട്ടില്ല. ഞാൻ ഓർത്ത എലിസബത്തിന്റെ ഹല്ലേലൂയ അടുക്കൽ സന്തോഷത്തോട് പോയതാ, അല്ലേ? എലിസബത്ത് ഗർഭിണിയായെന്ന് അറിഞ്ഞുകൊണ്ട് പോയതാ. ശരിക്കും അതാണോ അതിന്റെ അർത്ഥം? ആണോ? അല്ല. വാക്തത്വം നേരത്തെ പ്രാപിച്ചവരുടെ അടുക്കൽ ഇപ്പോൾ വാക്തത്വം കിട്ടിയവർ പോയാൽ ഗുണം എന്നറിയോ? രണ്ടുപേരും പോസിറ്റീവേ പറയത്തുള്ളൂ. അവരുടെ ഇടയിൽ നെഗറ്റീവിന് സ്ഥാനമില്ല. നമ്മൾ പലപ്പോഴും വാക്തത്വം കിട്ടിയിട്ട് പോകുന്നത് നെഗറ്റീവ് പറയുന്നവരുടെ അടുക്കലാ. അപ്പം നമ്മൾ പിന്നെ വരുന്നത് ഡൗട്ടുമായിട്ടാ. ഞാനൊരു ദൂത് പറയാം നിങ്ങളോടെ. മാതാക്കളോടൊരു ദൂത് പറയുക, യങ് മദേഴ്സിനോടൊരു ദൂത് പറയുക. വാക്തത്വ തലമുറ ഉദരത്തിലുണ്ടെങ്കിൽ ഓർത്തോ, പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കും നീ നടക്കുന്നത്. ഹല്ലേലൂയ. വാക്തത്വ തലമുറ ഉദരത്തിലുണ്ടെങ്കിൽ ഓർത്തോ, എല്ലാ മേഖലയിൽ നിന്നും ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കെതിരെയും ജീവിതത്തിനെതിരെയും കുത്തുകൾ വരും. പക്ഷെ വാക്തത്വമുള്ള തലമുറ പുറത്തു വരണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഉദരത്തിൽ ജനിക്കുന്ന തലമുറകൾ ഹല്ലേലൂയ അഭിഷക്തന്മാരായി എഴുന്നേൽക്കാൻ ഹല്ലേലൂയ ഗർഭാവസ്ഥയിലെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്നോട് പലരും പറഞ്ഞു ഉപവസിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കുഞ്ഞിന് അധികം വെയിറ്റ് ഒന്നും കാണത്തില്ലെന്ന്. നിങ്ങളെല്ലാരും കേൾക്കണം, ശരിയല്ലേ? ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ പറ്റുന്നേ? പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്നാ പറ്റും? കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷൻ ഒന്നും കിട്ടത്തില്ല. സത്യവാ. ഞാൻ ആശുപത്രിയിലോ പോകുന്നില്ല, അതുകൊണ്ട് എല്ലാ ദിവസവും പോയി വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഉപവാസം തുടങ്ങിയപ്പോൾ എത്രയുണ്ടായിരുന്നു അത്രയും തന്നെ ഉള്ളായിരുന്നു 9 മാസം വരെ. അപ്പോൾ ഉള്ളിൽ എന്ത് വരും? സംശയം വരും. സംശയം വരുമ്പോൾ ഭയം വരും. ഇങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഓരോ വട്ടം എനിക്ക് ഭയം വരുമ്പോഴും എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാനല്ലേ നിന്നോട് പറഞ്ഞത്? ആരാ ഈ ഞാൻ? ഹല്ലേലൂയ. ഒരു ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി സംസാരിച്ചൊരു വാക്യമുണ്ട്. ആ വാക്യമാണ് ഇപ്പോഴും എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയെ നോക്കി ഞാൻ പ്രവചിക്കുന്ന ഒരു വാക്യമാ. എന്താണെന്നറിയോ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ എന്റെ ദൈവം. ആ വാക്യത്തിന് ഭയങ്കര ശക്തിയാ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ നോക്കി നീ അത് പറഞ്ഞ ശത്രു വഴിമാറിപ്പോകും. ശത്രു ചുമ്മാ അതും ഇതും പറയുമ്പോൾ നമ്മൾ പേടിക്കാനുള്ളവരല്ല. നമ്മുടെ ദൈവത്തിന്റെ വാക്ക് പറയാൻ നമ്മൾ ധൈര്യത്തോടെ എന്നിട്ട് പറയണം, ഈ വിഷയത്തിൽ ഞാൻ കുലുങ്ങത്തില്ല. കാരണം മരിക്കുമെന്ന് പറഞ്ഞാൽ പറയണം, മരിച്ചെങ്കിൽ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ ഒരു അവയവം എടുത്തു കളയണമെന്ന് ശത്രു പറയുമ്പോ പറയണം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ ഈ വാക്യം ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞ പെയിൻ വരും മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതി. അവിടെ വലിയ നമ്മൾ ഇവിടുത്തെ പോലെ ഒത്തിരി മരുന്നുകളൊന്നും നമുക്ക് തരത്തില്ല പെട്ടെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ പെയിൻ വന്നപ്പോഴാണ് ചെന്നത്. ജാനുവരി 19 രാത്രി അഡ്മിറ്റായി. 20 രാവിലെ 10:15 എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ ദൈവം ദാനമായിട്ട് തന്നു. കുഞ്ഞിന്റെ ജെൻഡർ ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആശുപത്രി പോയിട്ടില്ല. പക്ഷെ ആൺകുഞ്ഞിന്റെ തുണിയും ആൺകുഞ്ഞിന്റെ പേരുമായിട്ടാണ് ഞാൻ പോയത്. കാരണം വാക്തത്വ തലമുറയാന്നറിയാം. ഹല്ലേലൂയ. പലരും എന്നോട് ചോദിച്ചു എങ്ങനെ. ഞാൻ പറഞ്ഞു അറിയാം. പേര് കുഞ്ഞിന്റെ ജെൻഡർ അറിയുന്നതിന് മുമ്പേ ഇട്ടയാളാ. ഹല്ലേലൂയ. അവന്റെ പേര് യോവേൽ എന്നാ. ഹല്ലേലൂയ. യോവേൽ എന്ന് പേര് വിട്ടു. വിശ്വാസത്താൽ ആൺകുഞ്ഞിന്റെ തുണിയൊക്കെ എടുത്ത് വെച്ചേക്കുവാ. ഹല്ലേലൂയ. ഡെലിവറി കഴിഞ്ഞ് ആദ്യം എനിക്ക് അറിയേണ്ടത് എന്തായിരുന്നറിയോ? കുഞ്ഞിന്റെ വെയിറ്റ്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ണിങ്ങനെ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ നോക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡാ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ അച്ചാച്ചൻ അറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന്. കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുക. ഡോക്ടറിനോട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ടെസ്റ്റിമണി പറയാം, എൻ്റെ വൈഫ് ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും, ഫാസ്റ്റിങ്ങോ? അയ്യോ, പ്രഗ്നൻസി പീരീഡ് ഫാസ്റ്റിംഗ് ഒന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതെല്ലാം കഴിയട്ടെ പിന്നെ പറയാമെന്ന് പറഞ്ഞു ടെസ്റ്റിമണി. ഹല്ലേലൂയ. ഡോക്ടർ പിന്നെ റൂമിൽ വന്നു കേട്ടോ ടെസ്റ്റിമണി കേൾക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളും, ഞാൻ അവിടുത്തെ രീതിയിലാണ് പറഞ്ഞത്, ഇവിടുത്തെ കണക്ക് ഞാൻ പറയാൻ നോക്കാം. അവിടുത്തെ അനുസരിച്ച് 7 പൗണ്ട്സ് ആയിരുന്നു എൻ്റെ പിള്ളേർ. ഒരാൾ 7 പൗണ്ട്സ് 1 ഔൺസും ഒരാൾ 7 പൗണ്ട്സ് 7 ഔൺസും. എന്നാൽ 3ാമത്തെ ആൾ വന്നപ്പോൾ ആ 2 പേർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഡോക്ടേഴ്സ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര കെയർ ചെയ്ത കൊച്ചുങ്ങളാ. അവർ 7 പൗണ്ടേ ഉള്ളൂ.
ഇവൻ ഉണ്ടായി. ഞാൻ ആദ്യം നോക്കി ഡോക്ടറോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു എത്ര വെയിറ്റ് അറിയാനല്ലേ ഈ ആകാംക്ഷ. ഞാൻ പറഞ്ഞു അതെ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവൻ 8 pounds 3 ounces ഉണ്ട്. അതായത് 3.850 കിലോ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ്. ഇന്നും ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെക്കാൾ അവനാ കാണാൻ എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇവനെ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവനെ വിളിക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ബേബി എന്നാ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാന്ന് ഞാൻ പറയാം. നമ്മുടെ വിചാരം നമ്മൾ ടേക്ക് കെയർ ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളെന്നാ. ഞാൻ ടേക്ക് കെയർ ചെയ്താലേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറത്തുള്ളെന്നാ. നിങ്ങൾ എന്നെ ഇവിടെ നോക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നോക്കി നിങ്ങൾ ചോദിക്കുക, സിസ്റ്ററെ എന്തുവാ പഠിച്ചത്? BSc നേഴ്സാ. എന്തിനാ BSc നേഴ്സ് പഠിക്കാൻ പോയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? നഴ്സിംഗ് പഠിക്കാനുള്ള കൊതി കൊണ്ട്, ആതുരസേവനം കൊണ്ടൊന്നും അല്ല ദൈവമക്കളെ. സത്യസന്ധമായിട്ട് ഞാൻ പറയുക, നോണ പറയുന്നില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നേഴ്സായത്. എനിക്ക് അങ്ങനെ വലിയ ആതുരസേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കണമായിരുന്നു. എൻ്റെ അംബീഷൻ അതായിരുന്നു. എന്നാൽ ഈ അംബീഷൻ അറിയാവുന്ന കർത്താവ് എന്താ ചെയ്തെന്നറിയോ? നേഴ്സിംഗ് ഞാൻ പഠിച്ചതും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അപ്പയമ്മ അല്ല എന്നെ പഠിപ്പിച്ചത്. അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാത്. ഹല്ലേലൂയ. നേഴ്സിംഗ് പഠിച്ചത് ഫ്രീ ആയിട്ടാ. നേഴ്സിംഗ് കഴിഞ്ഞ് ഹല്ലേലൂയ അമേരിക്കയിൽ പോയി, അവിടെ പോയി 6 അങ്ങോട്ട് എഴുതി ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി നിന്നപ്പോഴാണ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമേ ഉള്ളൂ. എൻ്റെ പപ്പ മമ്മി, എനിക്ക് 3 അനിയത്തിമാർ. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് 1 സെന്റ് സ്ഥലമോ വീടോ വസ്തുവോ ഒന്നും ഇല്ലാത്തവരായിരുന്നു ഞങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കായിരിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു അപ്പനും അമ്മയും. ഹല്ലേലൂയ. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, വസ്തു ഇല്ലായിരുന്നു, 1 സെന്റ് സ്ഥലം പോലും അപ്പയ്ക്കോ അമ്മയ്ക്കോ ഇല്ല. വാടക വീട്ടിലാണ് ജീവിച്ചത്. 3 അനിയത്തിമാരുടെ ഭാവി ഞാൻ നോക്കണം. എല്ലാ ബാധ്യതകളും ഉള്ളപ്പോൾ കർത്താവ് വിളിക്കുക എൻ്റെ വേലയ്ക്കിറങ്ങാൻ. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക. എല്ലാം വിട്ട് നീ എൻ്റെ വേലയ്ക്കിറങ്ങാൻ പറ. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ 1 വർഷം ഒന്ന് ജോലി ചെയ്ത് ഇച്ചിരി കാശുണ്ടാക്കി ഒരു മാന്യമായ ഒരു വീട് മേടിച്ച്, ഇങ്ങനെ കുറെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, മോളെ ഇത്രയും നാൾ നടത്തിയത് ആരാ? ഞാൻ പറഞ്ഞു കർത്താവാ. നീ അധ്വാനിച്ചതാണോ? ഞാൻ പറഞ്ഞു അല്ല. അപ്പൻ അധ്വാനിച്ചതാണോ? അല്ല. ഓരോ ദിവസവും ഞാനിത് പറയുമ്പം നിങ്ങൾ ഓർക്കും, ഇതാണ് എന്നെ അറിയാവുന്നവർ ഇതിനകത്തുണ്ട്, എൻ്റെ പേരൻസിനെ അറിയാവുന്നവരുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ കോട്ടയത്ത് വന്ന് അന്വേഷിച്ചാൽ മതി. അന്നന്നത്തെ ആഹാരം പോലും പ്രാർത്ഥിച്ചു മേടിച്ചവരാ ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾ. അല്ലാതെ പപ്പ പോയിട്ട് വരുമ്പോൾ ഉണ്ടെന്നും മാസം ഇത്ര വരുമാനം കിട്ടുമെന്നല്ല, വിശ്വാസ ജീവിതം ചെയ്തവരാ. അതുകൊണ്ട് അടുത്ത നേരത്തെ ആഹാരം വേണമെങ്കിൽ മമ്മി പറയും പോയിരുന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോയത്, ഓരോ നേരം കഴിഞ്ഞു പോയത്. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാ ഭാവിയെന്ന്? എന്നാൽ അമേരിക്കയിലെത്തി ഇപ്പൊ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാന്ന് കർത്താവ് പറയുക, എല്ലാം വിട്ട് എൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഇറക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അനാഥരായി വിടത്തില്ല. കർത്താവ് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഒരു ഒറ്റ കാര്യം നിങ്ങളോട് പറയുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഞാനിത് ഭൗതികമായത് മാത്രമല്ല പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നാളെയെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ വ്യക്തി ആരെന്നറിയാമോ? ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവനാ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്താലേ ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ സഹായം ദൈവത്തിന് വേണോന്നാ? വേണ്ടെന്ന്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തതിനെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജോലി ദൈവത്തിന് വിഷയമല്ല, സാലറി ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ എഡ്യൂക്കേഷൻ കർത്താവിന് വിഷയമല്ല. അവരെ രാജ്യങ്ങളിൽ എത്തിക്കുവാൻ ദൈവത്തിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഞാൻ തുറന്നു പറയുക. അതുകൊണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനത്തെ പറയണ്ടേ? അടുത്ത വാക്ക് എന്നാ പറഞ്ഞേ? ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. അവരെങ്ങനെ കൊണ്ടുവരുന്നത്? കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ഈ ആർപ്പ് വിളിച്ച് ഇവർ കറ്റയും കൊണ്ട് വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഓ നിങ്ങൾക്ക് എന്താ ഇത്രയും കൊട്ടിപ്പാട്ട്? അപ്പൊ ഇവര് പറയും, ആ സന്തോഷം കൊണ്ടാ. ഇത്രയും നാൾ മൗനമായിരുന്നല്ലോ. അതെ, മണ്ണിന്റെ അടിയിലായിരുന്നു. എന്തോടുക്കുമായിരുന്നു? കുറെ നാളായിട്ട് കാണാനില്ലായിരുന്നല്ലോ. അത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയേക്കുമായിരുന്നു. ഉപവാസത്തിലും കല്യാണത്തിനൊന്നും കാണുന്നില്ലല്ലോ.
അത് ഉപവാസവും പ്രാർത്ഥനയായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വല്ലതും കിട്ടിയോ? ആണ്ട വരുന്നുണ്ട് പുറകെ ജാഥയായിട്ട്. എന്തുവാ വരുന്നേ? ചിലര് മടങ്ങി വരുക. സിയോന്റെ പ്രവാസികൾ ദാണ്ട് വരി വരിയായിട്ട് വരികയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്നും ദാണ്ട് വരി വരിയായി വരികയാ. നിന്റെ തലമുറകൾ നാളെ സ്റ്റേജിൽ നിൽക്കുമ്പോ പറയണം, കണ്ണുനീരോടെ വിതച്ചതാ എന്റെ വിത്തിന്റെ മേൽ കണ്ണുനീര് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണുനീര് നനഞ്ഞ വിത്താ ദാണ്ടാ നിൽക്കുന്നേ. ഹല്ലേലൂയ. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമ്പോ ഓർത്തോണം, സഭ വളരുമ്പോ ഓർത്തോണം. ഞാൻ എപ്പോഴും പറയുന്ന വളരുന്ന സഭകളെ ഓർത്ത് ഞാൻ പറയുന്നൊരു കാര്യമാ. എല്ലാവരും വരും, പാടും, ആരാധിക്കും, കാര്യമൊക്കെ സത്യ. പക്ഷെ ഈ സഭയാകുന്ന വിത്തിന്റെ പുറത്ത് കണ്ണുനീരൊഴുക്കുന്നവർ ചുരുക്കവാ. പക്ഷെ ക്രെഡിറ്റ് എടുക്കാൻ ആർപ്പോടെ കൊയ്യുമ്പോ ഉണ്ടല്ലോ, എന്നാ വരവാന്നറിയ എല്ലാവരും. അല്ലേ? ഇല്ലെന്ന് പറയരുത്, സത്യമാ. സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ പറയും, ഞാനായിരുന്നു സഭയ്ക്ക് വേണ്ടി അത് ചെയ്ത് ഇത് ചെയ്ത്. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു, ഞാൻ ഞങ്ങളുടെ പപ്പായോട് ഇപ്പോഴും പറയും, ശരിക്കും ചോദിക്കേണ്ട ചോദ്യം സഭയ്ക്ക് വേണ്ടി അത് ചെയ്തോ, ഫാൻ മേടിച്ചോ, AC മേടിച്ചോ എന്നല്ല. ഈ സഭയ്ക്ക് വേണ്ടി വെളുപ്പിന് സമയങ്ങൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ചോദിക്കണം. ശരിക്കും അവരാണ് സഭയ്ക്ക് മുതൽ മുടക്കിയവര് അല്ലേ? ഞങ്ങളുടെ ചർച്ചിൽ ഒരു അങ്കിളും ആന്റിയും ഉണ്ട്. എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ അകത്ത് വന്നവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തുറന്നു പറയാം, അവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവോ? ദൈവരാജ്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവരെ ദൈവം കൈവിടുവോ? ദൈവമക്കളെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. സഭയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കാൻ മതി, ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കാൻ മതി. പലര് പറയുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ, കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. എല്ലാവരും കൊയ്യാൻ റെഡിയാ. ശുശ്രൂഷകരൊക്കെ റെഡിയാ അല്ലേ? കൊയ്യാൻ റെഡിയാ. എനിക്കും ഇഷ്ടമാണ് കൊയ്യാൻ. എല്ലാവരുടെയും കയ്യിൽ എന്താ ശരിക്കും ഇരിക്കുന്നറിയോ? അരിവാള്. ഇപ്പൊ കൊയ്യാൻ പോവാം. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ച ഒരു ചോദ്യമാണ്, എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ട് ദൈവസന്നിധിയിൽ പാപം ഏറ്റു പറഞ്ഞ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയെന്ന് കരഞ്ഞ ഒരു ഭാഗം ഞാൻ പറയട്ടെ. ഒരു ദിവസം ഞാനിത് പറഞ്ഞു, കർത്താവേ ഞാൻ കൊയ്യാൻ റെഡിയാ, വേലക്കാര് ചുരുക്കം, ഞാൻ പോയി അങ്ങോട്ട് കൊയ്യട്ടെ. അപ്പൊ കർത്താവ് ചോദിച്ചു, കൊയ്യാൻ റെഡിയാ, അവിടെ നിൽക്കും, ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ കൊയ്യാൻ പോകുന്ന ഇത്രയും അല്ലെങ്കിൽ കറ്റയ്ക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയട്ടെ, ദൈവാലയത്തിൽ നിന്ന് പറയുക, ദൈവസന്നിധിയിൽ നിന്ന് പറയുക. എന്നോട് നിങ്ങൾ ചോദിക്കുക, സിസ്റ്ററെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ പറയും, ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സിസ്റ്റർ പിന്നെ എന്തിനു വേണ്ടിയാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും വേണ്ടി. അല്ലാത്തടത്ത് നിങ്ങളുടെ കണ്ണുനീര് വരുവോ? പറ, സത്യം പറ. നിങ്ങളുടെ കണ്ണീന്ന് ഒരു കണ്ണുനീര് പുറത്തു വരണമെങ്കിൽ ആരെ തൊടണം? എൻ്റെ വത്തെ തൊടണം. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വീട്ടുകാര്. അപ്പൊ ഞാൻ കരയും. സഭയിൽ ഇപ്പൊ ആത്മാക്കൾ വന്നില്ലെങ്കിൽ എനിക്കെന്താ? എൻ്റെ ചുറ്റുമുള്ളവർ വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ? ഞാനൊരു കാര്യം പറയാം, സഭയിൽ ആത്മാക്കൾ വരണമേ എന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ ഒഴുക്കണം ദൈവമക്കളെ. നിങ്ങൾ ചില സമയങ്ങളിലെങ്കിലും വെളുപ്പിന്റെ സമയങ്ങൾ, ഇപ്പൊ എല്ലാവരും ജോഗിങ്ങിന് പോകുന്നവരാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്കുണ്ട്, എല്ലാം 4:30 ആകുമ്പോൾ ആന്റിമാരൊക്കെ തലേ ക്യാപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പോകുന്നു, ഷൂട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ഓർത്തു, കർത്താവേ ഈ പോകുന്നതിൽ ആരെങ്കിലും വിശ്വാസികൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തിനാണെന്നറിയോ? വെളുപ്പിനെ ഓരോ വീടിന് നേരെ കൈ ഉയർത്തിയിട്ട് പറയണം, കർത്താവേ ഈ വീട്ടിലുള്ളവർ വിടുവിക്കപ്പെടണം, കർത്താവേ ഈ വീട്ടിലുള്ള ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, കർത്താവേ ഈ വീട്ടിലുള്ളവർ ഹല്ലേലൂയ പുറത്തു വരണം അപ്പാ, അവർ കടന്നു പോകുന്ന ശോധനകളുടെ നടുവിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാത്തതിന്റെ കാര്യം എന്നറിയോ? നമ്മൾ സ്വാർത്ഥരാ. ഞാൻ എപ്പോഴും പറയുന്നൊരിക്കും, ആത്മീക സ്വാർത്ഥത ഇന്ന് നമ്മളിലുണ്ട്. തിമത്തിയോസിന്റെ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നും നിങ്ങൾക്കറിയാം. അതിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യർ. അതാരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? പറ. എല്ലാവരും വിചാരം അത് പുറത്തുള്ളവരെ കുറിച്ച് അല്ല. കൈ നെഞ്ചത്തോട്ട് വെച്ചേ, കർത്താവേ അത് എന്നെ കുറിച്ചാ. കാരണം ഞാൻ ആരാ? സ്വസ്നേഹി. ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചതിന് ശേഷം സഭ സ്നേഹിക്കാറുള്ളൂ. എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചതിന് ശേഷം ഞാൻ ദേശത്തെ സ്നേഹിക്കാറുള്ളൂ. അങ്ങനെയുള്ളവരുടെ സഭയിൽ എന്ത് വരും? ആത്മാക്കൾ വരുമോ?
എന്നാൽ വരും. എവിടാന്നറിയോ? ഹല്ലേലൂയ, ചർച്ച് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രികളിൽ ഇവിടെ അങ്ങോട്ട് മുട്ടയിലിരിക്കണം, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യണം സമയം. സിസ്റ്ററെ സമയമില്ലെന്ന് പറയുന്നവർ സമയം കണ്ടെത്തി ദേശത്തിന് വേണ്ടി കരയണം. ദൈവമക്കളെ, നിങ്ങളുടെ ഒരു കണ്ണുനീർ, പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അങ്ങനെയാ സഭ പണിതത്. ഹല്ലേലൂയ, ഞാൻ കേട്ടിട്ടുണ്ട് അരീപ്രമ്പിൽ, എൻ്റെ പപ്പാടെ ദേശത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മച്ചിമാർ വെളുപ്പിനെ ഹല്ലേലൂയ എഴുന്നേറ്റ് ഹല്ലേലൂയ ദേശത്തിൽ ഓരോ ഭവനങ്ങളിൽ കൂടെ നടന്നിട്ട് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ട്രാക്ട് കൊടുത്ത് പ്രാർത്ഥിക്കും. അവരുടെ കണ്ണുനീര് വേണ്ട എല്ലാ ഭവനങ്ങളും ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഭവനങ്ങളാ. ഇന്ന് നമ്മളാകെ ചെയ്യുന്ന ഫോണിൽ കൂടെ വാട്സപ്പിൽ ഇടും, പ്രാർത്ഥിക്കാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, നമ്മുടെ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവോ? ഇല്ല. സത്യം. ഞാൻ പെട്ടെന്നൊരു വാക്ക് പറഞ്ഞു നിർത്തുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നൽകും. ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു ഈ ഇടയ്ക്ക് ഒരിടത്ത്. എല്ലാവരും അത് അംഗീകരിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ പറയും, ഹോളി സ്പിരിറ്റിന്റെ ഏറ്റവും വലിയ ജോലി എന്താണെന്നറിയാവോ? എഡിറ്റിംഗ് ആണ്. എന്തുവാ? എഡിറ്റിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും എന്താ എഡിറ്റിംഗ്. സിസ്റ്റർ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ എഡിറ്റിംഗ്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ചിലതൊക്കെ പുറത്ത്. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് ചെയ്യുന്ന പറഞ്ഞ മനസ്സിലായോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതേപോലെ സ്വർഗത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ജീവനോടെ ഇവിടെ കാണുമോ? ആൻറ്റി കാണത്തില്ല. എന്നാന്ന് ഞാൻ പറയട്ടെ, ഞാനിവിടെ കാണത്തില്ലായിരുന്നു. ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചു. നമ്മുടെ ആഗ്രഹം തന്നെ, ഇപ്പം പ്രാർത്ഥിക്കും, ഇപ്പം മറുപടി കർത്താവേ ഉടനെ പ്രവർത്തിക്കണേ, ഉടനെ തരണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവ് എല്ലാം ഉടനെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ജീവനോടെ കാണത്തില്ലായിരുന്നു. അതിന്റെ കാരണം എന്നാ നിങ്ങൾക്കറിയാവോ? ഞാൻ എത്ര വട്ടം വേദനയുടെ നടുവിൽ നെഞ്ചത്ത് അടിച്ചു പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഇപ്പോൾ മതി, എൻ്റെ പ്രാണനെ പറ എടുത്തോണേ. ഓ എൻ്റെ കർത്താവേ. ചിലര് പ്രാർത്ഥിക്കത്തില്ലേ, ഈ കെട്ടിയോനെ കൊണ്ട് ഞാന് എനിക്ക് കുടുംബജീവിതം പറ മതിയായേ. ചിലര് തലമുറയെ നോക്കിയിട്ട് പറയും, എൻ്റെ കർത്താവ് ഈ ചെറുക്കനെ കൊണ്ട് എനിക്ക്. നിങ്ങൾ ആരും പറയാറില്ല, വേറെ ആൾക്കാർ പറയും. അങ്ങനെ പറയുന്നതെല്ലാം കർത്താവ് യെസ് മറുപടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എത്ര പേര് ഇവിടെ കണ്ടേനെ? നമ്മളൊക്കെ എപ്പോഴേ ശവപ്പെട്ടിക്കകത്ത് ആയനെ. പക്ഷെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്നറിയോ? എഡിറ്റിങ്ങിന്റെ പണിയാ. എന്താണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയുടെ അതിനെ നല്ലായിട്ട് മോഡിഫൈ ചെയ്ത് നന്നായിട്ട് ആ മോളിൽ. അതിനാ പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതിന് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്താ? നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. എപ്പോഴും ഓർത്തോണം. പ്രാർത്ഥിക്കാൻ റൂമിനകത്ത് കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എനിക്ക് എങ്ങനെ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചേക്കണേ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് തൊട്ട് സാധാ പ്രാർത്ഥനയല്ല. ഇന്നത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, വിത്ത് വാക്തത്വമാകുന്ന വിത്ത് ഇന്ന് മണ്ണിന്റെ അടിയിൽ ഞാൻ ഇടാൻ പോകുക. ആ മണ്ണിന്റെ അടിയിൽ ഇടുമ്പോൾ ഞാൻ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഞാൻ കണ്ണുനീരോടെ കരയണം, വാക്തത്വത്തെ ചുമക്കണം. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവേ, ഇതുവരെ ഞാൻ വാക്തത്വത്തിന് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്നു മുതൽ ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. സഭാപ്രസംഗിൽ ഇങ്ങനെ എനിക്കൊന്ന് ജീസസിന്റെ ചാനലിൽ ഞാൻ ആ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുള്ളതാ. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. 2, ദൈവത്തോട് വെറുതെ വാക്കും കൊടുക്കരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കരുത്. അതുകൊണ്ട് വാക്തത്വം വൈകുന്നു എന്നുള്ളവർ ഓർത്തോണം. വാക്തത്വം വൈകാൻ കാരണം വിത്ത് മണ്ണിന്റെ അടിയിൽ കിടന്ന് ഉണങ്ങി തുടങ്ങി. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തലമുറയുടെ വിഷയത്തിന് മറുപടി ഇല്ല. വൈകുന്നു എന്ന് തോന്നുന്നവർ ഓർത്തോ, വിത്ത് മണ്ണിന്റെ അടിയിൽ കിടന്ന് ഉണങ്ങാൻ തുടങ്ങി. അതിനെ നനയ്ക്കേണ്ട സമയമായത്. എന്നാലേ വാക്തത്വം നിവൃത്തി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ വൈകുന്നേര സമയം എത്ര പേർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും, അപ്പാ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നുപോയി, ഞാൻ വാക്തത്വത്തെ വെറും ഹല്ലേലൂയ കൈകളിൽ എടുക്കുന്നതിന് പകരം ഹല്ലേലൂയ ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിലേക്ക് അതിനെ ആഴമായി ഞാൻ എടുത്തിട്ടില്ല. ഹല്ലേലൂയ വിത്തിനെ ഞാൻ ചുമന്നിട്ടില്ല. വാക്തത്വത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല. ഇന്നു മുതൽ കർത്താവേ, ആത്മാവിൽ വിത്തിനു വേണ്ടി കരയുവാൻ, വാക്തത്വത്തിന് വേണ്ടി കരയുവാൻ, വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി കരയുവാൻ. അതിനകത്ത് ഞാൻ പറഞ്ഞ വാക്തത്വം അറിയാലോ, നിന്റെ തലമുറ നിന്റെ വാക്തത്വമാ. കൊച്ചുമക്കൾ വാക്തത്വമാ.
ശുശ്രൂഷ വാഗ്ദത്തമാ, കുടുംബജീവിതം വാഗ്ദത്തമാ. ഇതിനെ സാധാരണയായിട്ട് കാണരുത്. അതുകൊണ്ടാണ് കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നത്. നിങ്ങളുടെ വാഗ്ദത്തമാ നിങ്ങളുടെ കുടുംബജീവിതം, തലമുറ വാഗ്ദത്തമാ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. ദൈവമക്കളെ, നിങ്ങൾ പുറത്ത് ആത്മാക്കളെ നേടിയില്ലേലും നിങ്ങളുടെ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സ്വർഗത്തിലെത്തിക്കണം. ഞാൻ എല്ലാ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ ഒരു കാര്യം പറഞ്ഞു തരുക. വിവാഹപ്രായം, വിവാഹത്തിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ കുടുംബജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ: കർത്താവേ, എന്നെ നിത്യതയിൽ എത്തിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെ എനിക്ക് കൊണ്ടുവരണമെന്ന്. നിത്യതയ്ക്ക് തടസ്സമായ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. കണ്ട, ആമേൻ പറഞ്ഞില്ല. നമുക്ക് വേണ്ട പ്രാർത്ഥനയാണ് കർത്താവ് എഞ്ചിനീയറിനെ കൊണ്ടുവരണേ, ഡോക്ടറെ കൊണ്ടുവരണേ എന്നാ, അല്ലേ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവ് എൻ്റെ തലമുറയെ നിത്യതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന, അതിനുവേണ്ടി അവളെ ഉത്തേജിപ്പിക്കുന്ന രണ്ടുപേരും, അല്ല ഇരുമ്പും മൂർച്ച കൂട്ടുന്നത് പോലെ അപ്രകാരം ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ എത്തുന്ന ഹല്ലേലൂയ ബന്ധങ്ങളെ എൻ്റെ ജീവിതത്തിൽ വരാവുള്ളൂ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ വരാവുള്ളൂ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ, ഇതുവരെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല. ഇതൊരു വലിയ മർമ്മോ ദൈവമക്കളെ, വചനത്തിൽ എഴുതി വെച്ചേക്കുന്ന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആർപ്പോടെ ഒരു കൊയ്ത്തുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ ഒരു കൊയ്തുകൊണ്ട് പോവാം. എന്നാൽ കണ്ണുനീര്, വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചൊഴിച്ച് ആ വിത്ത് പുറത്തു വരുമ്പോൾ ആർപ്പോടെ കൊയ്യാൻ മാത്രമുണ്ട്. എത്ര പേരിന്ന് സമർപ്പിക്കും? എത്ര പേരിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് തന്നെ ചോദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയാ കുറവ് വന്നത്? ആ കുറവിനെ ഞാൻ ഏറ്റു പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ദേശത്തിന് വേണ്ടി കരയുന്നില്ലെങ്കിൽ, സഭയ്ക്ക് വേണ്ടി കരയുന്നില്ലെങ്കിൽ, കുടുംബത്തിന് വേണ്ടി കരയുന്നില്ലെങ്കിൽ ഓർക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നുപോയി, ഞാൻ കരയാൻ തയ്യാറാ. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കുത്തുമ്പോൾ ഞാൻ അതിനെ തെറ്റിദ്ധരിച്ചു. എന്നാൽ ആ കുത്ത് എന്തിനു വേണ്ടിയുള്ളതാ? ഞാൻ കരയാനുള്ളതാ. ഞാൻ കരയാൻ തയ്യാറാപ്പാ. എൻ്റെ വിത്ത് ഈ ദിവസങ്ങളിൽ കിളിർക്കണം. ഞാനൊരു കാര്യം പറയാം, 2026 ആരംഭത്തിൽ നിങ്ങൾ കരഞ്ഞാൽ 2026 അവസാനം ഒരു കൊയ്ത്തുണ്ട്. ഒരു കൊയ്ത്തുണ്ട്. 2026 അവസാനം സഭയിൽ ഒരു കൊയ്ത്തുണ്ട്, ദേശത്തിലൊരു കൊയ്ത്തുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വലിയ വലിയ കാര്യങ്ങളെക്കാൾ ഉപരി മുറി അടച്ച് അകത്ത് കണ്ണുനീരൊഴുക്കണം.